നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഉദയന്നൂർ എന്ന ഗ്രാമത്തിലെ ദാരിദ്ര്യത്തിൽ നിന്നും സർവ്വ സുഖ സൗകര്യങ്ങളുള്ള പട്ടണത്തിലെ ഗായത്രി വില്ലയിലേക്ക് വലതുകാല് വെച്ച് വിശാലിന്റെ ഭാര്യയായി വന്ന നിന്നെ അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ചില മുൻവിധികൾ മാറ്റി എഴുതപ്പെട്ടപ്പോ സംശയങ്ങളുടെ എണ്ണം കൂടി. ആദ്യത്തെ സംശയം, വിശാലിന്റെ ഭാര്യയായി ഇരുന്നിട്ടും ഭർത്താവായ വിശാലിനെ മറ്റൊരു വിവാഹത്തിന് നീ നിർബന്ധിച്ചതെന്തിന്? എന്താ ചോദ്യം മനസ്സിലായില്ലേ? എനിക്ക് മാത്രമല്ല ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടത്, ഗോപിയേട്ടനും അമ്മയ്ക്കും. എന്തിന്? വിശാലിന് പോലും അതിനുത്തരം അറിയണമെന്നുണ്ട്. പറയേ. അപ്പച്ചി, നമ്മൾ അമ്പലത്തിൽ പോയി ദൈവത്തിന്റെ മുമ്പില് കൈകൂപ്പി തൊഴുത് പ്രാർത്ഥിച്ചിറങ്ങുമ്പോ എന്താ പ്രാർത്ഥിച്ചെന്ന് ഒരാള് ചോദിച്ചാ നമ്മള് സത്യം പറയോ? ഇല്ല. എല്ലാവർക്കും നന്മ വരണം എന്നാ പ്രാർത്ഥിച്ചെന്ന ഒരൊറ്റ ഉത്തരം. അതുപോലെ ഒരു ഉത്തരമേ അപ്പച്ചിയുടെ ചോദ്യത്തിന് എനിക്ക് തരാൻ കഴിയൂ. വിശാൽ സാറിന്റെ നന്മ, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ എന്ന ദോഷത്തിൽ നിന്നും ഒരു മോചനം. ശരി, സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിൽ ജാസ്മിനെ വിശാല് വിവാഹം ചെയ്യരുതെന്ന് നീ പറയുന്ന എന്തിനാ? അത് ജാസ്മിൻ സതുദ്ദേശത്തോടെയല്ല ഈ വിവാഹത്തിന് ഒരുങ്ങിയതെന്ന് എനിക്ക് തോന്നി. അവൾക്ക് ആവശ്യം വിശാൽ സാറിനെ അല്ല, സാറിന്റെ സമ്പത്ത് മാത്രം മതി. പ്രഭേച്ചി, അങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ വിശാലിന്റെ തലയെ കെട്ടിവെക്കാൻ ശ്രമിക്കൂ? അവന്റെ വളർത്തമ്മയല്ലേ പ്രഭേച്ചി? പെറ്റമ്മയോളം വരില്ലല്ലോ പോറ്റമ്മ എന്ന് വിശാൽ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരി, എന്റെ രണ്ടാമത്തെ സംശയം, വിശാലിനെ കൊല്ലാൻ വേണ്ടി ഫ്ലവേഴ്സിൽ സ്ലോ പോയിസൺ സ്പ്രേ ചെയ്തു എന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? മനസ്സിലായി, അത്ര തന്നെ. അതെങ്ങനെയെന്ന് വിശദീകരിക്കാൻ എനിക്കറിയില്ല. പക്ഷേ എന്റെ സംശയം ശരിയായിരുന്നെന്ന് ഇപ്പൊ അപ്പച്ചിക്ക് മനസ്സിലായില്ലേ? ജതിൻ കുറ്റസമ്മതവും നടത്തിയില്ലേ? അപ്പൊ പ്രഭേച്ചിക്ക് ജാസ്മിന്റെ സ്വഭാവവും അവളുടെ ലക്ഷ്യവും നേരത്തെ അറിയാമായിരുന്നില്ല. ജതിന്റെ അറസ്റ്റോടെയാവും ഒരുപക്ഷെ പ്രഭേച്ചിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുക. നിനക്കെന്താ തോന്നുന്നേ? ഞാൻ എന്തു പറയാനാ? അപ്പച്ചി നേരത്തെ പറഞ്ഞതുപോലെ വിശാൽ സാറിന്റെ ഭാര്യയായി ഞാൻ ഇവിടെ വന്നതിന് ശേഷമേ എനിക്ക് അമ്മയെ അറിയൂ. പക്ഷേ അതിനു മുൻപേ അപ്പച്ചിക്ക് അമ്മയെ അറിയാലോ. അപ്പച്ചിക്ക് അറിയാവുന്ന അത്രയും അമ്മയെ എനിക്ക് അറിയില്ല. എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. ഞാനെന്നാ അങ്ങോട്ട് ചെന്നോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.